കുമര ഒരു വീഡിയോയുടെ പിന്നാലെയാണ്, മറ്റൊന്നുമല്ല. കുറച്ച് ദിവസങ്ങളായിട്ട് 40 വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത ഒരു ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററി, അതിൻ്റെ ഒരു പശ്ചാത്തലവും 40 വർഷങ്ങൾക്ക് മുമ്പ് കുമരകം എങ്ങനെയായിരുന്നു, കുമരകത്തെ ജീവിത രീതി എങ്ങനെയായിരുന്നു, ചില വ്യക്തികളെ അവരെങ്ങനെയായിരുന്നു, എല്ലാം ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് കുമരകം ആ വീഡിയോ ഇത്ര ചർച്ച ചെയ്യുന്നത്. കുമരകൻ്റെ ആ ഒരു വീഡിയോ യാദൃശ്യമായി കാണുകയും അത് നമ്മൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തതോടുകൂടി അതിലെ അഭിനയിച്ചവരും അല്ലെങ്കിൽ അതിൻ്റെ മുഖങ്ങളും എല്ലാം വളരെ ആശ്ചര്യത്തിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരാരും ഈ വീഡിയോ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വീഡിയോ ഇവരിൽ പലരും കാണുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെ സമീപിക്കുകയുണ്ടായി. ഇതിൽ അഭിനയിച്ചവരാരാണ്, അല്ലെങ്കിൽ അവരിപ്പോൾ എങ്ങനെയാണ്, അവർ ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആ നാടിൻ്റെ ഒരു പശ്ചാത്തലം എല്ലാം അറിയാനൊരു കൗതുകം. ഇതിൽ നിന്നാണ് ഞങ്ങൾക്കൊരു പ്രചോദനമുണ്ടായത്, ഈ കഥാപാത്രങ്ങളുടെ അടുത്തേക്ക് വീണ്ടും എത്തുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരായ പലരെയും ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അന്നത്തെ അവരുടെ ആ ഒരു ചിത്രീകരണ വിശേഷങ്ങളും എല്ലാം നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ നാട് എങ്ങനെ മാറിയിരുന്നു എന്നും കൂടി ഇതിൽ പ്രതിപാദിച്ചു വിടാമെന്ന് കരുതുന്നു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മ, അന്നത്തെ ആ ഷൂട്ടിംഗ് അവർ വന്നില്ലായിരുന്നോ? അന്നത്തെ ആ കാലമൊക്കെ അമ്മ ഓർക്കുന്നുണ്ടോ കൃത്യമായിട്ട്? എല്ലാം ഒന്നും ഓർമ്മയില്ല. അന്നിങ്ങനെ കക്ക പുഴുങ്ങുന്ന ഭാഗവും കക്ക വാരാൻ പോണതും അച്ചമ്മയും പിടിക്കുന്നതും ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ ചോദിക്കുന്നതും. അപ്പം ഞങ്ങൾ അവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ പലക അടിച്ച വീടാണെങ്കിലും അന്നും കഷ്ടപ്പെട്ടാണെങ്കിലും ഒരുമാതിരിയുള്ള രീതിയിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. അപ്പോൾ എല്ലാവരും ആ ഭാഗത്തുനിന്ന് ഞങ്ങൾ കൂടി അവിടെ വരുമോ, കൂടിയൊക്കെ ഇരിക്കുമോ ഒക്കെ ചെയ്തപ്പോഴാണ് ഈ 3 വീട് നേരം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് എടുത്തത്. അമ്മയുടെ ഭർത്താവും പിന്നെ കൂടെ ആരൊക്കെയായിരുന്നു? എൻ്റെ കൂടെ ഈ കുഞ്ഞുങ്ങൾ 3 മക്കള്. 3 മക്കളും അച്ഛനും അമ്മയും. അച്ഛനും അമ്മ, ഞങ്ങൾ 2. അച്ഛനും അമ്മയും? നിങ്ങളുടെ അച്ഛനും അമ്മയും? അല്ല, ഞാനും ഭർത്താവും മക്കളും 3. ഓ, ശരി ശരി. പിന്നെ മറ്റവര് അയൽവാസികളായിരുന്നു? അയൽവാസികളാണ്. അവരാരൊക്കെയായിരുന്നു? അവിടെ കുഞ്ഞും രാധയും 2 കൊച്ചു പിള്ളേരും. ഓ, ശരി. ഇപ്പൊ നമ്മുടെ ആ വീഡിയോയിലുള്ള എത്ര പേര് ജീവിച്ചിട്ടുണ്ട്? അതായത് എത്ര പേര്? 2 പേരെ മരിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാരും ഉണ്ട്. ഒന്നാം അമ്മയുടെ എന്റെ ഭർത്താവും ഈ പറഞ്ഞ ബിജു കെട്ടുന്നില്ലെന്ന് പറഞ്ഞ കൊച്ചിന്റെ അച്ഛനും. ഓ, ശരി ശരി. എത്രയും പേരായിരുന്നു അല്ലേ? അപ്പം ഇതാണ് സന്തോഷ്, അമ്മയുടെ മൂത്ത മകൻ അല്ലേ? അതെ. അപ്പം ഈ അമ്മ ഇദ്ദേഹത്തുമായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ ചെക്ക് ചെയ്യാൻ പോകുന്നൊരു രസകരമായ ഒരു സീനുണ്ട്. അന്ന് ഷർട്ടൊന്നും ഇടാത്ത. അതെന്താ അങ്ങനെ ഷർട്ട് ഇടാതെ? ഇവന് ട്യൂഷൻ പഠിപ്പിക്കാൻ ആ ടീച്ചർ വന്നു കഴിഞ്ഞാൽ ഇവൻ പഠിക്കുകയല്ല. നേരത്തെ അങ്ങനെ മടിയൊന്നും ഇല്ലായിരുന്നു, സ്കൂളിലൊക്കെ പോകാൻ നല്ല ഇതായിരുന്നു. അവസാനം ഇവൻ പോവല്ല. അപ്പൊ ഇവന് സുഖമില്ലാഞ്ഞിട്ടാന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അപ്പൊ ഇവനെ ഒരു പ്രാവശ്യം ഞാൻ വിളിച്ച് എന്റെ ആങ്ങളോട് പറഞ്ഞു ഞാൻ മാടത്തത്. ഇവനെ തല്ലി പള്ളിയുടെ അവിടെ വരെ ചെല്ലുമ്പോ ഇവൻ കരിഞ്ഞോണ്ട് ഓടി എന്റെ പുറകെ വരും. അപ്പൊ ഞാൻ ആങ്ങളോട് പറഞ്ഞു അച്ചാച്ചത് ഇവൻ പള്ളിക്കൂടത്തിൽ പോവല്ല എന്ന് പറഞ്ഞു. അച്ചാച്ചൻ വടിയെടുത്ത് ഇവനെ തല്ലി. അച്ചാച്ചൻ തല്ലിയപ്പോ ഇവൻ കരിഞ്ഞോണ്ട് എന്റെ പുറകെ വീണ്ടും ഓടിയപ്പോ ഞാൻ പറഞ്ഞു അമ്മയാന്നും പറഞ്ഞ് എന്റെ പുറകെ വരരുത്, ഞാൻ നിങ്ങളോട് ഇനി ഒരു ബന്ധമില്ലെന്നും പറഞ്ഞ് ഞാൻ മുമ്പേ നടന്നു പോയി. അപ്പൊ ഇവൻ എന്റെ പുറകെ ഓടി വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ഇവൻ അങ്ങ് കിടന്നു. അപ്പൊ അങ്ങനെ കിടക്കുക പതിവില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവനും നേരത്തെ മുതലേ മൂത്രം എന്തെങ്കിലും ഇതുണ്ട് ഇപ്പം പാത്രത്തിലെടുത്ത് എന്നെ കൊണ്ട കാണിക്കും. അപ്പൊ ഇങ്ങനെ ആ കുഞ്ഞാണേലും മൂത്രം ഇങ്ങനെ കണ്ടപ്പം കാപ്പിപ്പൊടി കളറിൽ മൂത്രം കണ്ടപ്പം പേടിയായിട്ട് ഇവനെ ഞാൻ ലാബിൽ കൊണ്ടുവന്ന് പരിശോധിപ്പിക്കാൻ. സന്തോഷം എന്നാലും 7 വയസ്സല്ലേ സന്തോഷേ? അപ്പൊ ആ ഒരു അന്നത്തെ ആ ചിത്രീകരണം കഴിഞ്ഞില്ല. 6 വയസ്സ് ഉള്ള നല്ലതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അന്ന് സായിപ്പന്മാരെ ഒന്നും അങ്ങനെ കാണാറില്ല. ഇങ്ങനെ ഇവര് വന്ന് പിന്നെ അവര് ഞങ്ങൾക്ക് സോപ്പ്, മുട്ടായി, ചോക്ലേറ്റ് അങ്ങനെ ഒരു കാലം കൂടെ ഒരുപാട് സാധനങ്ങൾ തോളത്ത് കയറ്റി വെച്ചോണ്ട് എന്നെ എപ്പോഴും നടക്കാറ്. വന്നാൽ എന്നെ രണ്ടിങ്ങനെ കാലിൽ ഇങ്ങനെ ഇട്ടിട്ട് കാലെ പിടിച്ചോണ്ട് ഞാൻ തോളത്ത് ഇങ്ങനെ ഇരുന്നാ വരുന്നത്. അതുകൊണ്ട് നല്ലതായിട്ട് ഓർമ്മയൊക്കെ ഉണ്ട്. പിന്നെ അവര് താമസിച്ചായിരുന്നു ഐഡ ഹോട്ടലിലായിരുന്നു ഞങ്ങളെ അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടില്ല. ഇത് എത്ര ദിവസം ഉണ്ടായിരുന്നു? രണ്ട് ആഴ്ചക്ക് മേലുണ്ടായിരുന്നു. സ്റ്റേ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഈ 40 വർഷങ്ങൾക്ക് ശേഷം അമ്മയോട് എന്നോട് ആങ്ങളോടെ മാറ്റി വെച്ചു അപ്പച്ചി ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു. ഞാൻ മാർത്തന്നെ എഴുന്നേറ്റ് ചായക്കടയ്ക്ക് അതിലേറ്റിയുടെ പിള്ളേരുടെ ചായക്കട അവിടെ ചെന്നപ്പോ എന്നോട് ചോദിച്ചു അപ്പച്ചി ഈ ആളിനെ അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് മുഖമൊക്കെ നല്ല വണ്ണം വെച്ചൊക്കെ ഇരുന്ന്. അപ്പൊ 40 വർഷത്തിന് മുമ്പല്ലേ ഞാൻ പറഞ്ഞു അമ്മോനെ അപ്പച്ചിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അടുത്തത് കാണിച്ചു. അപ്പൊ കർണചേട്ടനും ഞാനും കൂടി ഇരിക്കുന്നു. കൊച്ചുങ്ങൾ ഇവൻ അരിക്ക നിൽക്കുമല്ല ഇവൻ ഈ വശത്തിരിക്കുന്നു. പിന്നെ മോള ഈ ഇടയ്ക്കൂടെ തലയെ വെച്ച് നിൽക്കുന്നു. കൊച്ചവൻ തുണിയൊന്നും ഇല്ലാതെ അരിക്ക നിൽക്കുന്നു. അപ്പൊ എന്നോട് അപ്പൊ ഞാൻ അന്നാലും എനിക്ക് മനസ്സിലായി അയ്യോ ഇതാണല്ലോ. പിന്നെ കക്കാ പെറുക്കുന്നു
അപ്പം ഞാൻ പറഞ്ഞാടാ ഇതല്ലേ എന്നാൽ ഇനി കക്ക പെറുക്കുന്ന ഒരു ഭാഗമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കക്ക പുഴുങ്ങി പെറുക്കുന്നുണ്ട് കായലിൽ പാരിക്കൊണ്ട് വന്ന. അപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഒന്നും ഇത് കാണുന്നില്ല. ആദ്യമേ നമസ്തേന്ന് കാണുന്നത് ഈ ഒരു ഭാഗമേ ഉള്ളൂ. അന്നേരം പറഞ്ഞു അപ്പച്ചിക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ അത് അപ്പച്ചി തന്നെയാണ് ഇവൻ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ചിരിച്ചോണ്ട് അപ്പുറം അങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഇവള് പറയുന്നത്. വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഓരോരുത്തരെല്ലാരും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേട്ടാ നോക്ക്. ഞാൻ ഊഴിയനടയ്ക്ക് നോക്കില്ല, ഇങ്ങനെ ഒരു നമ്മൾ അറിയുന്നില്ലല്ലോ, നമ്മൾ ഓർക്കുന്ന വേറെ എന്തോ. പിന്നെ പലരും ഇങ്ങനെ വിളിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇങ്ങനെ തീരെ വരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ വരുന്നതെല്ലാം ഈ ഒരു മെസ്സേജാ, വീഡിയോ. ഇത് ആരാണ് ഈ കണ്ടക്ട് ചെയ്തത്? അത് ഓർക്കുന്നുണ്ടോ? ആരാണ് ഇതിന് നേതൃത്വം? നമ്മുടെ പി ജി ആയിരുന്നു, പത്മനാഭൻ പുള്ളിയായിരുന്നു. അന്ന് ഇവർക്ക് ഇംഗ്ലീഷിൽ, അന്ന് നമുക്കൊന്നും ഇംഗ്ലീഷോ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഇവര് വന്ന് നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തർജ്ജമ ചെയ്ത് തരുന്നത് പി ജി ആയിരുന്നു. അദ്ദേഹമാണ് ഇതിനകത്ത് ഇതായിട്ട് എടുത്തത്. ഞങ്ങളെ 3 വീട്ടിലെ അംഗങ്ങൾ എല്ലാം അടുത്തടുത്ത്. അതെന്ന് വെച്ചാൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒരു പായൊക്കെ ഇട്ടിരുന്ന് വർത്താനം പറയുന്ന ഒരു സ്റ്റൈലുണ്ടായിരുന്നു. അങ്ങനെ തന്നെ അവരത് പറഞ്ഞ് അതൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്ന പോലെ ചെയ്തിട്ടാണ് എല്ലാവരോടും ഇരുന്ന് സംസാരിക്കുന്നൊക്കെ ഒന്ന് അവരെടുത്തത്. അപ്പൊ അമ്മ അച്ഛനെയൊക്കെ കണ്ടപ്പോ എന്ത് തോന്നി അമ്മേ? വീണ്ടും ഒന്ന് കാണാൻ പറ്റിയപ്പോ? വർത്താനം പറഞ്ഞ ഞാനത് മുഴുവൻ കണ്ടില്ല. വർത്താനം പറയുന്നുണ്ട്. പക്ഷെ എന്നതാ പറയുന്നത് മനസ്സിലായി. മീൻ വാരി കൊട്ടാരോട്ട് ഇടുന്നതും മീനിന്റെ കാശ് അതായത് 2 രൂപ 1 രൂപയൊക്കെയാണ് അന്നത്തെ വിലയുടെ ആയിരിക്കും. ഒരു കൊട്ട മീൻ കൊണ്ടൊക്കെ കൊടുത്തിട്ട് 5-ന്റെയോ 2-ന്റെയോ ഒക്കെ നോട്ടൊക്കെ എടുത്ത് കൊടുക്കുന്ന ഭാഗം കണ്ട് എന്നാലും ഏതാണ്ട് പറയുന്നുണ്ട്. ഇതാരായിരുന്നു തർജ്ജമ ചെയ്തോണ്ടിരുന്നത് ഈ ഭാഷ? പി ജി. ആ, അദ്ദേഹം തന്നെയാ പുള്ളി സൈഡിൽ ഇരുന്നോണ്ട് കാര്യങ്ങളൊക്കെ തിരക്കി നമ്മളോട് പറയുന്നത് അല്ലേ? ഓ ശരി ശരി. അപ്പൊ ആ വീഡിയോ കണ്ടു കാണുമല്ലോ. അതിന്റെ അകത്തൊരു വേറൊരു സീൻ ഉണ്ടല്ലോ, നമ്മുടെ ഒരു സ്ത്രീ പഠിക്കുന്നതായിട്ടുള്ള. അതാരായിരുന്നത്? അത് നമ്മുടെ വീടിന്റെ തൊട്ട് സൈഡിലെ വീട്ടിലെ ചേച്ചിയാണ്. അന്ന് ആ ഭാഗത്ത് വിദ്യാഭ്യാസമുള്ള ചേച്ചി മാത്രമേ ഉള്ളൂ. ഓ ശരി. ചേച്ചി നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. ചേച്ചി ഞങ്ങളെ പിള്ളേരെല്ലാം ട്യൂഷൻ എടുക്കുക. അന്ന് ഈ ഞങ്ങളുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആള് പൊന്നമ്മ എന്നാ ചേച്ചിയുടെ പേര്. ചേച്ചിനെ കെട്ടിച്ചു. ചേച്ചിക്ക് ഒരു കുട്ടിയുണ്ട്. ചേച്ചിനെ പുത്തനങ്ങാടിയില്ല, പുത്തനങ്ങാടിയല്ല മുഹമ്മയിലാണ് കെട്ടിച്ചിരിക്കുന്നത്. ചേച്ചിക്ക് ഒരു മോനുണ്ട്. അമ്മ അതുപോലെ തന്നെ നമ്മുടെ അമ്മ അവിടെ ചെല്ലുന്നുണ്ടല്ലോ ലാബില്, അവിടുത്തെ അറിയാം അല്ലെ? നല്ല ഓർമ്മയുണ്ട്. അതായത് നമ്മുടെ ഓർമ്മകളുടെ ഓർമ്മ. ഞങ്ങള് കട നിർത്തി പോയിരുന്നിടം വരെ സാറുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഓ ശരി ശരി. അവിടെ ഉണ്ടായിരുന്നപ്പോ മുതലുള്ള ബന്ധം. ഓ അവിടെ അങ്ങനെ ഒരു ലാബ് ആദ്യം അതേ ഉണ്ടായിരുന്നു ഒരു മന്ദിരത്തിന്റെ. അപ്പൊ ഞങ്ങൾക്ക് അന്ന് ചന്ത ചായക്കടയെ ഹോട്ടലും. അപ്പൊ അന്നുള്ള ബന്ധമാണ്. ചായക്കട നിർത്തി കഴിഞ്ഞുവെന്നാണ് ഈ സംഭവങ്ങൾ. ബീച്ചേട്ടാ, ഈ വീഡിയോ കണ്ടവരെല്ലാം വളരെ കൗതുകമായിട്ട് ഭയങ്കര രസകരമായിട്ട് തോന്നിയ ഒരു മറുപടി ഉണ്ട് ചേട്ടന്റെ. ഞാൻ ഇനി മേലെ കല്യാണം കഴിക്കില്ലെന്ന് പറയുന്നത്. അതേപറ്റി ഏകലേ ഒന്ന് പറഞ്ഞേ. അതൊന്നും അങ്ങനെ ഒരു I'd like to ask this young man here, have you thought how many children you're going to have when you're married? കല്യാണം കഴിക്കാൻ എത്ര പിള്ളേര് വേണമെന്നാണ് ആഗ്രഹം. കല്യാണം കഴിക്കണം ഉദ്ദേശമില്ല. He don't want even to marry. ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞു. ഇപ്പൊ എത്ര പിള്ളേരുണ്ട് അത് കേക്കട്ടെ. ഇപ്പൊ 2 പേര്. ഭാര്യയുടെ പേര്? ഭാര്യയുടെ പേര് അനിത. എവിടെയാ ഇപ്പം ജോലി ചെയ്യുന്നത്? ഞാൻ ഇന്ത്യൻ ഓഫീസിലാണ്. മൂത്തയാള് പെണ്ണുകളയാള് കൊച്ചു. പിന്നെ ചേട്ടാ എനിക്ക് തോന്നുന്നു ഈ ക്യാമറാമാൻ പുള്ളി അദ്ദേഹത്തിന്റെ പേരെന്നായിരുന്നു? അങ്ങനെ പീറ്റർ ആഡംസൺ. പീറ്റർ ആഡംസൺ. ഈ അതേ എനിക്ക് തോന്നുന്നു പിന്നീട് ബീച്ചേട്ടനുമായിട്ട് എപ്പോഴും ബന്ധം ഉണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങൾ എഴുത്തൊക്കെ ഉണ്ടായിരുന്നു കുറെ നാളത്തേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നിന്ന് പോയി. നമുക്ക് എഴുതാനൊക്കെ ബുദ്ധിമുട്ടല്ലായിരുന്നു. നമ്മൾ ആരെ കൊണ്ടൊക്കെ എഴുതിച്ചോണ്ടിരുന്നത്. അത് ഞങ്ങൾ നിന്ന് പോയി. പിന്നെ 90-കളിലൊക്കെ പുള്ളി അതിനകത്ത് എപ്പോഴും വന്നായിരുന്നു. അപ്പം ഞങ്ങൾ പള്ളിശ്രയെന്ന് വിറ്റ് പുള്ളി ആദ്യം വന്ന് കോംപ്ലക്സിലാണ് വന്നത്. അപ്പൊ അന്ന് ഞങ്ങളെ ആയിട്ട് പരിചയപ്പെടുത്തിയ അച്ഛൻകുഞ്ഞെന്ന് പറഞ്ഞൊരു സെക്യൂരിറ്റിക്കാരനായിരുന്നു. പുള്ളിയും പി ജി ആയിട്ട് ഇടപെട്ടെന്ന് വന്നു ഇതിന്റെ നടക്ക്. അത്ര ബന്ധമായിരുന്നു നിങ്ങൾ? അത്ര ബന്ധമായിരുന്നു. കണ്ടത്തിനെടുക്കുക 90-ലാണ്. അവിടെ വന്ന് ഒരു ദിവസം രാത്രി രാവിലെ വന്നിട്ട് വൈകിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. പുള്ളി ഒറ്റയ്ക്കുള്ളത്. പുള്ളി അന്ന് ഞങ്ങൾക്ക് വെള്ളം മേടിക്കാൻ സഹായമൊക്കെ ചെയ്തു. ഇവർ ആദ്യം വന്നതിന് പോയതിനു ശേഷം രണ്ടാമത് 90-ല് വന്നു. അന്ന് ഞങ്ങളെ താജ് കോംപ്ലക്സിൽ വിളിക്കുകയും അവിടെ വെച്ച് ഏതാനും ചില ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതിലിപ്പോൾ എൻ്റെ കയ്യിൽ കൈവശമുള്ള ഈ ഒരു ഫോട്ടോയാണ്. അന്ന് വന്നതിൻ്റെ ഒരു തെളിവായിട്ട് അവസ്ഥ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പൊട്ടിപ്പോവുകയൊക്കെ ചെയ്ത് കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്താ സമാനമായിട്ട് വന്നാണോ? ഓ ശരി. അന്ന് വന്ന ഷൂട്ടിംഗ് ടീമുണ്ടല്ലോ, അവരിലെ ആരെങ്കിലും പേര് ഓർക്കുന്നുണ്ടോ? എനിക്കാന്ന് തോന്നുന്നു മദാമയുടെ പേര് ഓർമ്മയുണ്ട്. പുള്ളിക്കാരത്തിന്റെ പേര് സ്യൂ ഇവാൻസ് എന്നാണ്. ശരി. പിന്നെ പീറ്റർ സാറിന്റെ ഭാര്യ മക്കളും ഇവിടെ വന്നിട്ടില്ല. എന്നാലും അവരുടെ പേര് പറഞ്ഞുള്ള ഓർമ്മയുണ്ട്. അത് പറയണം. പുള്ളിക്കാരന്റെ ഭാര്യയുടെ പേര് ലെസ്ലി ആഡംസൺ എന്നാണ്.
ആഡംസൺ, ലെസ്ലി. പിന്നെ 2 മക്കൾ, ഒരു ആണും ഒരു പെണ്ണും, ഡാനിയേലും നയോമി. ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കുന്നത്? നമ്മുടെ മെമ്മറിയുള്ള നല്ല മെമ്മറി ഉണ്ട്. ഡാനിയേലും നയോമി എന്നാണ് 2 മക്കളുടെ പേര്. വന്നിട്ടില്ല, കേരളത്തിൽ വന്നിട്ടില്ല. അവരെ കാണാനൊക്കെ ആഗ്രഹമുണ്ടോ? ഭയങ്കര ആഗ്രഹമുണ്ടായി. നമുക്ക് പോകാൻ പറ്റും. ഓടിച്ചെല്ലാൻ പറ്റുന്ന ലണ്ടനിലോ ഇംഗ്ലണ്ടിലോ കണ്ടു. നമ്മുടെ ആ വീഡിയോ കണ്ടായിരുന്നു? ഞാൻ കണ്ടായിരുന്നു. എങ്ങനെ കണ്ടേ? അത് പിന്നെ നമ്മുടെ ചായക്കടയിലെ സന്തോഷ്, ഞാൻ രാവിലെ ചായ ഒന്നും കുടിക്കാൻ ചെല്ലും. അപ്പം അങ്ങനെ വന്നപ്പോൾ അവൻ പറഞ്ഞു, കുഞ്ഞണ്ണ ഇതാരൊന്ന് നോക്കിക്കുന്നു. അപ്പം അവനങ്ങനെ എന്നെ കാണിച്ചപ്പോൾ ഞാനാണ്. ഞാൻ എൻ്റെ വടക്കേ വീട്ടിലെ ഭാനു, അളിയനും പിള്ളേരും, തെക്കേ വീട്ടിലെ കുഞ്ഞുഞ്ഞേട്ടനും വെണ്ണമ്മയും ഞങ്ങൾ 3 കുടുംബമാണ് ഒന്നിച്ച് നടന്ന് ഇവരുമായിട്ട് നടന്നെന്ന് പറഞ്ഞു. അന്നങ്ങനെ ഷൂട്ടിങ് ചെയ്ത് പോയെങ്കിൽ കൂടി ആ വീഡിയോ ഇന്ന് വരെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല. 40 വർഷങ്ങൾക്ക് ശേഷം ആ വീഡിയോ കണ്ടപ്പോൾ എന്ത് തോന്നി? പിന്നെ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം തോന്നി. വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിതൊന്ന് കാണാനൊത്തല്ലോ, നമ്മുടെ ആ പഴയ വരവും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാനൊത്തുള്ള ആ ഒരു വലിയ സന്തോഷമുണ്ട്. ഞാൻ വളരെയധികം സമയം ഇതെ നോക്കി തന്നെ ഇരുന്ന് ചായ കൊണ്ട് വെച്ചിട്ട് അടുത്ത് പോയിട്ട് വേറെ ചായ കൊണ്ട് അങ്ങനെ വളരെ സന്തോഷം നമുക്കത്. 41 കൊല്ലമായി. അതിലെ വീഡിയോയിലും മകളും ഭാര്യയുമാണ് കൂടെയുള്ളത് അല്ലേ? അവര് മൂത്ത ആള് ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവള് വിവാഹം കഴിച്ചു. അവളെ കാഞ്ഞിരുത്തി കിട്ടി. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 2 വയസ്സോ എല്ലാം കാണുമായിരിക്കും അല്ലേ? 3 വയസ്സുണ്ട്. ഷൂട്ടിങ് അവർ വന്നതും അന്നത്തെ ആ ഷൂട്ടിംഗ് രീതികളൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? അന്ന് അവർ ഒരു കമ്പനിയുടെ പാർട്ടിയാണ് വന്നത്. അത് അവർ 4 ആണുങ്ങൾ, ഒരു മദാമയാണ്. അവരിവിടെ വന്ന് അപ്പോൾ അവരുടെ കൂടെ നിന്ന് കോട്ടയത്ത് ഒരു ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന ഒരു ഈച്ചരൻ എന്ന് പറഞ്ഞൊരാൾ, ചെറുപ്പമല്ല. ആ പുള്ളിയാണ് ഇവരെയും കൊണ്ട് വന്നത്. ഇന്ന പോലെയാണ് BBC കമ്പനിയുടെ ഒരു ഇതിന് പരസ്യത്തിന് വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഇങ്ങനെ പണം ഈ 3 വീട് വന്ന് ഈ 3 വീടേ ഉള്ളിൽ ചേർന്നില്ല ഇല്ലാത്ത ആ 3 വീട്ടിലെ ആൾക്കാരുടെ രീതികളും ആ ജീവിതത്തിലും ഒക്കെ അങ്ങനെയാണ് അവർ ഞങ്ങളുമായിട്ട് ഷൂട്ട് ചെയ്ത്. അത് നല്ല ശേലമായിരുന്നു എൻ്റെയും ഞങ്ങളുടെയും മുറ്റത്ത്. അപ്പം അന്ന് ഇത്രയും പൊക്കമൊന്നുമില്ല, എല്ലാം ഒരുപോലെ കിടക്കും. മതിലുമില്ലൊന്നുമില്ല, റോഡുമില്ല. ഈ റോഡുമില്ല. പള്ളിച്ചറ കൊണ്ട് വണ്ടി ഇട്ടിട്ട് അവർ ഈ ക്യാമറയൊക്കെ എടുത്ത് ഓളെ വെച്ചുകൊണ്ട് പട്ടാളക്കാർ വെടിവെക്കാൻ വരുന്ന പോലെ അല്ല വരുന്നത്. അപ്പം നമ്മുടെ മുറ്റത്തോട്ടൊരു ഉണക്കപ്പാട് തരും. എന്നിട്ട് ആരാണുങ്ങളും പെണ്ണും ഞങ്ങളെല്ലാവരും കൂടെ, ഞങ്ങളുടെ പെണ്ണും അമ്മമാരും ഭാര്യമാരും എല്ലാവരും കൂടി ഇരുന്ന് കാണും. നല്ല രസമായിരുന്നു. തന്നെയല്ല എനിക്കിത് ഇന്നിപ്പോൾ കണ്ടതിലൊരു പ്രത്യേകത, മരിച്ചു പോയവരെ എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല. എത്ര പേര് അതിൽ മരിച്ചു? അത് മരിച്ചപ്പോഴത്തെ അപ്പുറത്തെ അളിയനും ഇനി അപ്പുറത്തെ കുഞ്ഞുഞ്ഞേട്ടനും അവർ 2 പേരും മരിച്ചു. ബാക്കി വെണ്ണമച്ചിയുണ്ട്, പാനുമുണ്ട്, ആള് പളിച്ചറമുണ്ട് കടയിൽ. അവളെന്നോട് ചോദിച്ചാൽ നീ ഇത് കണ്ടോടാ? ഞാനിപ്പോൾ കണ്ടിറങ്ങിയാണ്. ഒരു പ്രത്യേക സന്തോഷമാണ്. 41 വർഷമായിട്ട് നമുക്ക് കാണാൻ പറ്റിയല്ലോ. നമ്മുടെ മരിച്ചുപോയ ആൾക്കാർ അന്നത്തെ നമ്മുടെ പണിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റിയില്ലേ. നമ്മുടെ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ ചിത്രീകരിച്ച ഒരു പ്രദേശമാണിത്. പള്ളിച്ചിറയിലെ പുറയിലായിട്ട് വരും ഈ പ്രദേശം, കായൽ തീരത്താണ്. ഈ നമ്മുടെ വീഡിയോ തുടക്കത്തിൽ ഒരു 3 കുടുംബങ്ങളെ കാണിക്കുന്നുണ്ട്. അവർ മുറ്റത്തിരിക്കുന്നു. അത് 3 വ്യത്യസ്ത കുടുംബങ്ങളാണ്. എങ്കിൽ പോലും അവരുടെ ഒരു സൗഹൃദവും കൂട്ടായ്മയൊക്കെ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അന്ന് ആ കാണുന്ന 3 വീടുകളാണിത്. അത് മാത്രമല്ല ഇതിലൊരു തോട് കടന്നു പോകുന്നുണ്ട്. ഈ തോട്ടിൽ കൂടിയാണ് അതിൻ്റെ കക്ക വാരിക്കൊണ്ട് വരുന്ന സീൻ കാണിക്കുന്നത്. അതുമല്ല ഈ തോടാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഭാഗം നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ മുൻവശത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് ആ 3 വീടുകൾ. ആ 3 വീടുകളിൽ ഇപ്പോൾ അവിടുത്തെ അടുത്ത തലമുറയാണ് താമസിക്കുന്നത്. ഒരു വീട് അവർ വിറ്റ് ഇവിടുന്ന് വേറൊരു പ്രദേശത്ത് മാറി താമസിക്കുകയും ചെയ്തു. നമ്മുടെ ഈ വീഡിയോയിൽ വള്ളത്തെ കക്കയുമായിട്ട് വരുന്ന ഈ തോട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 40 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ തോട് എത്രമാത്രം മലിനീകരണപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 100ഓളം വള്ളങ്ങൾ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു തോടിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ്. ഇതും കൂടിയാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട് എത്രമാത്രം മാറി, എത്രമാത്രം മലിനീകരണപ്പെട്ടു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മോഹൻചേട്ടാ, അന്നേ ഈ നമ്മുടെ ഒരു സൊസൈറ്റി ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കാണിക്കുന്നുണ്ട്, മീൻ സൊസൈറ്റി. അതെന്തായിരുന്നു സംഭവം? അത് ഇന്നത്തെ മീൻപിടുത്തക്കാർ വ്യക്തിപരമായിട്ടുള്ള മീൻ കൊടുക്കുന്ന ജോലി,
പക്ഷേ അവരെല്ലാം കൂടെ പാർട്ടി ഉണ്ടാക്കി. പാർട്ടി CPM മുൻകൈ എടുത്ത് പാർട്ടി ഉണ്ടാക്കി. ഈ കുമാരൻ എന്ന് പറഞ്ഞൊരു അനിയനുണ്ടായിരുന്നു. പുള്ളിയാണ് അതിൻ്റെ മുൻപ് കുമാരൻ. ആ പുള്ളി പിന്നെ കുറേ ആളുകളെല്ലാം കൂടെ കൂടിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികളെ കൂട്ടിക്കൊണ്ട് സംഘമുണ്ടാക്കി. ഈ സംഘത്തിൽ 2 മാസത്തേക്ക് ലേലം ചെയ്യുന്നു. ലേലം അത് ടെൻഡറാണ്. ഈ ടെൻഡർ എഴുതുമ്പം കരിമീൻ 2 മാസത്തിലേക്ക് എത്ര കിലോ കരിമീൻ കിട്ടും, ഏത് മീനാണ് കൂടുതൽ കിട്ടുന്നത്, ഇങ്ങനെയെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടാണ് എഴുതുന്നത്. അങ്ങനെ എഴുതി വരുമ്പം കരിമീൻ എത്ര രൂപ, 2.5 രൂപ കിലോ കരിമീൻ വരാം. 2.5 രൂപ ഒരു കിലോയ്ക്ക്. കണമ്പ് 2. അങ്ങനെ ഓരോ കാര്യമുണ്ട്. കണ്ടി, പൂരി, തെരണ്ടി, അതെല്ലാം സാധനത്തിന് വിലയില്ല. അവസാനം കൂട്ടി വരുമ്പോൾ 1 രൂപയുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ ആളെ കിട്ടുള്ളൂ. എങ്ങനെ കണക്ക് കൂട്ടിയാലും ആരെല്ലാം എഴുതിയാലും എനിക്ക് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് എനിക്കൊന്ന് PG പത്മനാഭനാ പറയുന്നത് തോന്നുന്നു. PG പത്മനാഭനാണ് ഇപ്പം മോഹനാ കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ. PG പത്മനാഭനാണ്. ഒത്തിരി പേര് വെക്കും, പക്ഷെ കിട്ടുന്ന അവസാനം എനിക്കേ കിട്ടുള്ളൂ. കണ്ണി 9 രൂപ. മോഹനാണ് ഇപ്പൊ ഈ പ്രധാന. അപ്പൊ അങ്ങനെ കരിമീൻ അവിടെയാണ് ഉണ്ടാക്കി. അത് കഴിഞ്ഞാൽ പിന്നെ INTCക്കാർ അവിടെ ഉണ്ടാക്കി, നസറത്തുള്ള അവിടെ. അത് കോൺഗ്രസ്സുകാരോ ആ വെള്ളവരികാരൊന്നുണ്ട്. ഈ വെള്ളവരികാരെ എഴുതിയാലും എനിക്ക് കിട്ടുള്ളൂ. അപ്പൊ അവിടുന്ന് എനിക്ക് ഇപ്പൊ ചൂണ്ടക്കാർ യൂണിയൻകാർ ചൂണ്ടയിടുന്ന ആളുകളുണ്ട്. ഈ ചൂണ്ടയിടുകാരും യൂണിയനായി അവരുടെ എഴുതിയാലും എനിക്ക് കിട്ടുള്ളൂ. പിന്നെ ഈ കപ്പയിട്ട് വീശുന്ന വീശുന്ന ഒരു വിഭാഗമുണ്ട്, അവന് യൂണിയനാണ്. എവിടെയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ടെൻഡർ കഴിയുമ്പോൾ കിട്ടുന്നത് എനിക്കാണ്. ഇപ്പോൾ വേമ്പനാട്ടുകാരി ചെയ്ത് ഒരു കരിമീൻ തൂങ്ങിയാൽ, ഒരു തോട്ടിയും ഒരു മീൻ തൂങ്ങിയാൽ അതെനിക്ക് കിട്ടും. അതുകൊണ്ടായിരിക്കും പേര് വന്ന് കരിമീൻ പറയുന്നത്. ഇപ്പൊ ഈ വീഡിയോ കണ്ടതില് കുറെ ആൾക്കാര് അറിയാലോ, അവരാരൊക്കെ ഒന്ന്? അത് PG പത്മനാഭൻ ഇവിടുത്തെ ഏറ്റവും വലിയ ആളാണ്. PG ആണ് VP പ്രസിഡന്റ്. പക്ഷെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത് PG പത്മനാഭൻ. പുള്ളിയാണ് എല്ലാത്തിനും ഉത്സന്നിരിക്കുന്ന ആൾ. PG പത്മനാഭൻ. പിന്നെ ഈ രാവിലെ അനിയൻ സുഗുണൻ മാതിരി ആളാണെന്നുള്ളായിരുന്നു ഇതിനെല്ലാം കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ടെൻഡറിന് അവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ടെൻഡർ ഈ മത്സ്യത്തൊഴിലാളി എന്നുള്ള ആളുകളും ഉണ്ട്, കമ്മിറ്റിക്കാരായിട്ട് എടുക്കും. പിന്നെ സെക്രട്ടറി നടേശൻ സെക്രട്ടറി, ഈ നാണക്കൂട്ടൻ ഇത് തൂക്കുന്നു, ഇവരൊക്കെ വലക്കി വെച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്ത് നല്ല ആളുകളെ രാജപ്പൻ, നമ്മുടെ ഇപ്പോഴത്തെ രാജപ്പൻ, അങ്ങനെയുള്ള കുറേ ആളുകളെ ഇതിനകത്ത് കമ്മിറ്റിക്കാരാക്കിക്കൊണ്ട് ഞാൻ ടെൻഡർ പിടിച്ചില്ല കരിമീനും ഇരുന്നാണ്. അത് കാരണം അവർക്കും എനിക്ക് ഇരുന്ന ഇഷ്ടം. നമ്മുടെ ചെല്ലമ്മ ചേച്ചി ഇതിൻ്റെ മാർക്സ് പാർട്ടിയുടെ ഒരു മെമ്പർ 6ാം വാർഡിലെ മെമ്പറാണ്. 6ാം വാർഡിലെ മെമ്പർമാരാണ് കൂടുതലും ഈ വരയ്ക്ക് പോകുന്നത്. പുള്ളിക്കാരനാണ് ഇതിൻ്റെ കമ്മിറ്റിക്കാരത്തിയായിട്ട് അവർ വെച്ച ആളുകളാണ്. കാരണം പുള്ളിക്കാരി എന്നാ പ്രശ്നമുണ്ടെങ്കിലും പഞ്ചായത്തുള്ളവർക്കെല്ലാം പേടിയാണ്. വീട്ടിൽ പ്രസിഡന്റ്, പക്ഷെ പുള്ളിക്കാരത്തെ പേടിയാണ്. വേറെ ചീത്ത പറയുന്നതല്ല, പുള്ളിക്കാർക്ക് എന്തെങ്കിലും കാര്യം നടന്നില്ലെങ്കിൽ അപ്പോഴേ ഭയം നിലനിർത്തി അവിടെ ഒന്നും പഞ്ചായത്തിൽ കിടക്കുക. ഒറ്റ കുഞ്ഞിനെ കയറ്റത്തില്ല, ഇത് 20 ഉണ്ടാക്കിയിട്ട് കയറ്റുള്ളൂ. അപ്പം അങ്ങനെ പുള്ളിക്കാരത്തിയാണ്. അതങ്ങനെയാണ്, അതാണ് പുള്ളിക്കാരത്തി. അപ്പോൾ ഇതിന് മീൻ അവിടെ വരും. ഞങ്ങൾ 50 പൈസ ലാഭത്തിന് ഇതിലൊക്കെ 2.5 എടുക്കും, 3 രൂപയ്ക്ക് കിട്ടും. ഇതിപ്പോൾ ഇപ്പത്തിൻ്റെ കാലത്ത് ഇവിടുത്തെ ഓട്ടോ ഇവിടുത്തെ കരിയായി. അതെ. Kerala is the most organised and politicised state in India. 40 വർഷങ്ങൾക്ക് ശേഷം ഈ വീഡിയോ കണ്ടപ്പോൾ എന്ത് തോന്നി? വളരെ സന്തോഷം തോന്നി. അന്നത്തെ കാലത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ
എനിക്ക് സാധിച്ചല്ലോ. അത് ഇത്ര കഴിവ് ദൈവം തമ്മിൽ ഈശ്വരോട് ഇപ്പോഴും നല്ല സുന്ദരനാ കേട്ടോ കാണാൻ. അത് കൊച്ചല്ലേ, ഞാൻ ഒരു മദ്യപാനിയോ അല്ലെങ്കിൽ ഒന്ന് വലിക്കുന്ന ആളോ ഒന്നുമല്ല. ഞാൻ ചെയ്യണം. എപ്പോഴും നീതി, ന്യായം, സത്യസന്ധത ഇതിൻ്റെ ഗുണപരം അതിപ്പോഴും ഉണ്ട്. സന്തോഷം, ഒത്തിരി സന്തോഷമാണ്. എത്രയോ നാളായി. ഇതിന്റെ രസം എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഈ അഭിനയിച്ചവരോ ഇതിന്റെ അകത്ത് വന്നവരോ ആരും ഈ വീഡിയോ പിന്നെ കണ്ടിട്ടില്ലായിരുന്നു. 40 വർഷങ്ങൾക്ക് ശേഷം ഈ വീഡിയോ പുറത്തിറങ്ങുക, എന്താ ഇത് കാണുന്നത്. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. എനിക്കിങ്ങനെ കാണാൻ പറ്റുന്ന അതിശയം, ഭയങ്കര അതിശയം. ഞങ്ങളുടെ സ്റ്റാഫ് രാവിലെ ഇവിടെ വീട്ടിൽ വന്നു, പുള്ളിക്കാരി കട പറയുന്നത് വീഡിയോ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി കാണിച്ചു എൻ്റെ ഇത് കേട്ടോ എന്ന് പറഞ്ഞു. ദൈവമേ, എനിക്ക് എന്നാ സന്തോഷമായിരുന്നു. പക്ഷെ ആ എങ്ങനെ വന്നോ, ആര് തെട്ടു എന്നൊക്കെ ഓർക്കുമ്പോൾ ഇനിയിപ്പോ കണ്ടോ മുടിയൊക്കെ ഇട്ടിട്ട് വണ്ണമൊന്നുമില്ല. അല്ല, ആ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു മനുഷ്യന് പടവേറില്ല, ഒന്നുമില്ല, എല്ലാവരും നല്ല അന്ന് ഈ ഇന്നത്തെ കൂട്ടുള്ള സാഹചര്യങ്ങളല്ല മനുഷ്യർ. ഞാനൊക്കെ അങ്ങനെ ഇത് കണ്ടോ എപ്പോഴും നല്ല തഴമ്പാ, തുഴ പിടിച്ച് തഴമ്പാ. കാരണം തുഴയാൻ അന്ന് ഈ കാറ്റും കോളും പോയപ്പോഴത്തേക്കെ ഇപ്പോഴത്തെ മത്സരത്തിന് പോകുന്നതല്ല. കാറ്റും കൂടെ വന്നാൽ വള്ളം പൊങ്ങി പോയി ചത്തു, അത് കാരണം ആഞ്ഞു വലിക്കണം. അപ്പം അങ്ങനെ ഒക്കെ ജോലി ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോഴും ഇത്രയും ദൈവത്തിന് അതിനോട് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇരുന്ന് പോകുന്നത്. എന്തായാലും സന്തോഷം, ഒത്തിരി സന്തോഷം. ദൈവത്തിന് ഒത്തിരി നന്ദിയുണ്ട്. ശരിക്കും 40 വർഷങ്ങൾക്ക് പിന്നിലേക്കുള്ളൊരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ത്രില്ലിലായിരുന്നു സത്യത്തിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്തെന്ന് പറയാം. ഇതിൽ അവതരിപ്പിച്ച അല്ലെങ്കിൽ ഇതിൽ അഭിനയിച്ച ഈ സീനുകളിലെല്ലാം വന്ന കഥാപാത്രങ്ങൾ അവർക്കും ഇതുപോലൊരു സന്തോഷമില്ല. പലരെ സമീപിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും പണ്ടെങ്ങോ ചിത്രീകരിച്ചൊരു വീഡിയോ ഇനി അത് കാണാൻ സാധിക്കുമോ എന്ന് പോലും അവർ കരുതാതിരുന്ന സമയത്ത് 40 വർഷങ്ങൾക്ക് ശേഷം ആ വീഡിയോ കാണാൻ സാധിച്ചു. ചിലവരൊക്കെ മൺമറിഞ്ഞു പോയി, ചിലവർ ജീവിച്ചിരുന്നു. അവരെല്ലാം നമ്മൾ ഒരു പരിധിവരെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ അന്നത്തെ അനുഭവങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിക്കാനും നമുക്ക് സാധിച്ചു. അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ ആ ഒരു മാറ്റങ്ങളും ഒരു പരിധിവരെ കാണിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുമരൻ്റെ എന്നും സ്നേഹിച്ചു പോന്നിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും വീണ്ടും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അടുത്ത വീഡിയോ കാണുന്നവരെ